Hi everyone, welcome to yet another intraday market analysis video on Nifty and BankNifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിൻറ്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പർ റീജിയനിൽ നിന്ന് ഒരു സ്ട്രോങ് സെൽ ഓഫ് വന്നിട്ടുണ്ട്. പക്ഷേ പ്രീവിയസ് ഡേ ക്യാൻഡലിൻ്റെ ഹൈയിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ചെറിയൊരു റിജക്ഷൻ വിക്ക് അടിച്ച് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് ഡെയിലി ക്യാൻഡലിൽ സ്റ്റോർ ചെയ്തതാണ്. 5 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഇന്നലെ മാർക്കറ്റ് ഒരു 100 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് വന്നിട്ട് ഡയറക്ട്ലി നമ്മുടെ റെസിസ്റ്റൻസ് സോണിലാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ജനറലി നിങ്ങളിതൊരു പ്രൈസ് പോയിന്റ് ആയിട്ട് വെച്ചോളൂ. ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഏതെങ്കിലും ഒരു മേജർ സപ്പോർട്ടോ റെസിസ്റ്റൻസിലോ ആണ് ഡയറക്റ്റ് എത്തുന്നതെങ്കിൽ അവിടെ നിന്നൊരു റിജക്ഷൻ കാണാറുണ്ട്. ഇതാണ് ഓപ്പൺ ഈക്വൽ ടു ഹൈ ക്യാൻഡിൽ. അതിനുശേഷം മാർക്കറ്റ് എൻ്റയർ ഡേ കൺസോൾഡേറ്റ് ചെയ്തതിനു ശേഷം ഇവൻച്വലി ഇത് ബ്രേക്ക് ഡൗൺ ആയി എക്സാക്ട്ലി പ്രീവിയസ് ഡേ സ്വിംഗ് ഹൈഡിൽ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഒരു ഇൻ ബിറ്റ്വീൻ ലെവലിൽ ക്ലോസ് ചെയ്തു. അഗെയിൻ ദിസ് ഇസ് ക്ലാസിക് ഇൻഡിസിഷൻ. ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ അഗെയിൻ ഈ ഒരു സോൺ, അതായത് ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒരു 19,850 അല്ലെങ്കിൽ ഒരു 883യുടെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ ബുള്ളിഷ്നെസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എക്സാക്ട്ലി നമ്മുടെ ഇന്നലത്തെ അനാലിസിസ് പോലെ തന്നെ മാർക്കറ്റ് വർക്കായി. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് മാത്രമേ ബൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെ മാത്രമേ സെല്ലിങ്ങും നമുക്ക് കാണാൻ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അതുവരെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ തന്നെ ആയിരിക്കും. സോ ഇന്നത്തെ ദിവസവും നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം. സോ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ദിസ് ഇസ് എ ക്ലീൻ ബെയറിഷ് ക്യാൻഡിൽ ആൻഡ് ഇറ്റ് ഗോട്ട് റിജക്റ്റഡ് ഫ്രം എ മേജർ റെസിസ്റ്റൻസ് ലെവൽ. സോ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം ഐ തിങ്ക് അറൌണ്ട് 300 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അതിനുശേഷം ലൈക്ക് ഐ സെഡ് നേരത്തെ സെയിം പോയിന്റ് ആണ്, നേരെ ഒരു റെസിസ്റ്റൻസ് പോയിന്റിലാണ് ഇത്രയും ഗ്യാപ്പ് അപ്പ് വരുന്നതെങ്കിൽ അവിടെ നിന്നൊരു റിജക്ഷൻ കാണാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേജർ ഗ്യാപ്പിന്റെ മുകളിലായിരിക്കണം ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ മേ ബി അവിടെ നിന്നൊരു ഷോർട്ട് കവറിങ് വരും. പക്ഷേ ജനറലി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്ലസ് ഈ ഒരു പോയിന്റിൽ നിന്ന് പുതിയ സെല്ലേഴ്സ് ആഡഡ് ആവുന്നതുകൊണ്ട് തന്നെ ഇവിടെയും സെയിം കേസ് ഓപ്പൺ ഈക്വൽ ടു ഹൈ ക്യാൻഡിൽ ഫോം ചെയ്തതിനു ശേഷം ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ, അതിനുശേഷം ബ്രേക്ക് ഡൗൺ എക്സാക്ട്ലി പ്രീവിയസ് ഡേ ഹൈ സ്വിംഗ് ഹൈഡ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യായിരുന്നു. സോ ഇന്ന് ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആണ്. അപ്പം ഇന്നത്തെ എക്സ്പയറി സെറ്റപ്പ് നോക്കാം. സോ ഇതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വിംഗ് ലോ. ഈ സ്വിംഗ് ലോ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. ബിക്കോസ് ഇതൊരു ഗ്യാപ്പ് റീജിയൻ ആണ്. സോ ദാറ്റ് വുഡ് ഐഡലി ആക്ട് ആസ് എ സപ്പോർട്ട്. ആൻഡ് ഇൻ കേസ് അവിടെയും സപ്പോർട്ട് ഹോൾഡ് ചെയ്തില്ലെങ്കിൽ വി ക്യാൻ സി എ ഡിപ്പ് അൺടിൽ അറൌണ്ട് 44,050 ലെവൽസ്. സോ ബാങ്ക് നിഫ്റ്റിയും ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂജ് ഡയറക്ഷണൽ മൊമെന്റും കാണാൻ ചാൻസ് ഇല്ല. ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ഒരു ബയസ് പിന്നെയും ഡൗൺ സൈഡിലേക്കായിരിക്കും. സോ ഇതിൻ്റെ മുകളിലോട്ടുള്ള കോൾസ്, അതായത് 44,500 മുകളിലോട്ടുള്ള കോൾസ് എല്ലാം ഷുഡ് ബി സേഫ് ഫോർ ടുഡേയ്സ് എക്സ്പയറി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇന്നും കൂടെ ഒരു സെൽ ഓഫ് വന്നതിന് ശേഷം ഈ ഒരു രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ, അതായത് ഇൻ കേസ് ഇവിടെ വന്ന് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് അടിച്ച് പോയാൽ മാത്രമേ നമുക്ക് കോൾ സൈഡിലൊരു ഫിയർ വരാൻ ചാൻസ് ഉള്ളൂ. ജനറലി സംഭവിക്കാൻ കൂടുതൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലോവർ ലെവൽസിലുള്ള പുട്ട്സ് ഒക്കെ സ്പൈക്ക് ആവും. സോ ആ ഒരു പ്രൈസ് ആക്ഷനിലാണെങ്കിൽ പുട്ട്സ് സെല് ചെയ്യുന്നത് അല്പം റിസ്കി ആയിരിക്കും. സോ ഐ തിങ്ക് അഗെയിൻ ഇന്നും ഒരു സ്ട്രാഡിൽ പ്ലേ ആയിരിക്കും മോസ്റ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. 44,000 താഴോട്ടുള്ള പുട്ട്സും ആൻഡ് 44,500 മുകളിലോട്ടുള്ള കോൾസും എല്ലാം ഇവൻച്വലി സീറോ ആയി പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. Yeah, so that's it for today. Thank you.